അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻസൈംസിനെ പറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ. എൻസൈംസ് എന്താണെന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ കാര്യവും അതിൻ്റെ പല വിധത്തിലുള്ള എൻസൈംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഫിസിക്കൽ ചേഞ്ചസും ഉണ്ടാവും, കെമിക്കൽ ചേഞ്ചസും ഉണ്ടാവും. ഓക്കെ, ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ അവയുടെ ഷേപ്പിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ ഷേപ്പിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ അവരുടെ ബോണ്ടൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല, പക്ഷെ അവരുടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഫിസിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ നിന്ന് വേറൊരു ഷേപ്പായി മാറുന്നു. നമ്മുടെ ഐസ് ഉണ്ടല്ലോ, ഐസ് മെൽറ്റായിട്ട് വാട്ടറായി മാറുന്നു. പക്ഷെ അവയുടെ ഇടയ്ക്കുള്ള H2O ബോണ്ടൊന്നും ബ്രേക്കൊന്നും ആവുന്നില്ല. പക്ഷെ അവരുടെ ആ ഒരു ഷേപ്പ്, ഐസിൻ്റെ ആ ഷേപ്പിൽ നിന്ന് ഒരു ലിക്വിഡ് ഫോമിലേക്ക്, വാട്ടർ ഫോമിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നത് ഫിസിക്കൽ പ്രോസസ്സാണ്. ഇനിയിപ്പം വാട്ടർ വേപ്പറായി മാറുവാണെങ്കിലും എന്താണ്, വാട്ടർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമാണ്, വേപ്പർ എന്ന് പറയുന്ന ഒരു ഗേഷ്യസ് ഫോമാണ്. അങ്ങനെ രണ്ട് സ്റ്റേറ്റിലേക്ക് പോവാണ് ചെയ്യുന്നത്. അവിടെ ഷേപ്പിലാണ് വ്യത്യാസം വരുന്നത്. അതൊക്കെ ഫിസിക്കൽ പ്രോസസ്സാണ്. ഇനിയിപ്പോൾ കെമിക്കൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പം ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പം H2O ആണ് വാട്ടറിൻ്റെ ഫോർമുല എങ്കിൽ ആ H2O എന്ന് പറയുന്ന ആ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വേറെ കോമ്പൗണ്ടൊക്കെ ആയിട്ട് മാറുന്നു. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുതിയ ബോണ്ട് ഉണ്ടാവുകയും അല്ലെങ്കിൽ പുതിയ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ ബോണ്ട് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ബോണ്ട് പുതിയതായിട്ടൊരു ബോണ്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു പഴയ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്, നോക്കിക്കേ. ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതാണ് BaOH2. H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അത് രണ്ടും കൂടി ബേരിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. അവർ രണ്ടും കൂടെ റിയാക്ഷൻ നടന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്? ബേരിയം സൾഫേറ്റും ഉണ്ടായി, H2Oയും ഉണ്ടായി. അപ്പം രണ്ട് സാധനങ്ങളാണ്. അപ്പം ബേരിയവും OHും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു. പകരം ബേരിയവും SO4ഉം തമ്മിൽ ബോണ്ട് പുതിയതായിട്ടുണ്ടായി. മനസ്സിലായോ? അപ്പം ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു, പുതിയ പ്രോഡക്റ്റിലാണെങ്കിൽ പുതിയൊരു ബോണ്ട് ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിമിലർലി ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻറ്റു ഗ്ലൂക്കോസ് ഈസ് ആൻ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഓർഗാനിക് ആണോ? ഇപ്പം നമ്മൾ ബേരിയത്തിൻ്റെ കാര്യം പറയുന്നതിനകത്ത് എന്താണ്, കാർബൺ എന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇൻഓർഗാനിക് കെമിക്കൽ റിയാക്ഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനിയും കാർബണിൻ വച്ചിട്ടുള്ളതിനകത്ത് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റാർച്ച് ആണെങ്കിൽ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അതൊരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. Then, rate of a physical or chemical process refers to the amount of product formed per unit time. അപ്പോൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റ് എങ്ങനെയാണ് കാണുന്നത്? അതിനുള്ള ഇക്വേഷനാണ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രോഡക്റ്റ് ഉണ്ടായി. മനസ്സിലായോ? എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര മാത്രം എമൗണ്ട് പ്രോഡക്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റേറ്റ് പറയുന്നത്. ഓക്കെ, റേറ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം. അതാണ് റേറ്റ്, ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് വെലോസിറ്റി ഇഫ് ദ ഡയറക്ഷൻ ഈസ് സ്പെസിഫൈഡ്. ഇനി ഡയറക്ഷനും കൂടെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഈ റേറ്റിന് നമ്മൾ വെലോസിറ്റി എന്ന് പറയും. വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. റേറ്റ്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സർ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ എമംഗ് അതർ ഫാക്ടർ. എന്താണ്, ഏറ്റവും കൂടുതലായിട്ട് ഒരു റിയാക്ഷൻ്റെ, ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കുറയുന്ന അനുസരിച്ച് ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒക്കെ റേറ്റ് അല്ലെങ്കിൽ ആ വെലോസിറ്റി, സമയം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഒരു ജനറൽ റൂൾ ഓഫ് തമ്പ് ഈസ് ദാറ്റ്
rate doubles or decreases by half for every 10 degrees Celsius change in either direction. ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത്രയും തന്നെ എന്താണ് റേറ്റ്, ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യും എന്നുള്ളത് ഒരു തമ്പിൻ്റെ ഒരു ജനറൽ റൂളാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലായോ? 10 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ഡയറക്ഷനിൽ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? അത്രയും തന്നെ റേറ്റിൽ കൂടുകയോ കുറയുകയോ ചെയ്യും റിയാക്ഷൻ്റെ റേറ്റ്. ഓക്കെ, catalyzed reactions proceeds at a rate vastly higher than that of uncatalyzed ones. അപ്പോൾ നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഉള്ള എൻസൈംസ് യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് എന്നും എൻസൈംസ് യൂസ് ചെയ്യാത്തതിനെ നമ്മൾ അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻസൈം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ്, ആ ഒരു പ്രോസസ്സിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, when enzymes catalyzed reactions are observed, the rate would be vastly higher than the same but uncatalyzed reaction. Catalyzed reaction എന്ന് വെച്ചാൽ എൻസൈം ഇല്ലാത്ത റിയാക്ഷൻ. അതിനെ സംബന്ധിച്ച് നോക്കുമ്പം കാറ്റലൈസ്ഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എക്സാമ്പിൾ കാണിച്ചേക്കുന്ന കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ CO2, വാട്ടർ H2O, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, എന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടായി, H2CO3 ഉണ്ടായി. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാർബോണിക് അൺഹൈഡ്രേസ് യൂസ് ചെയ്തത് കൊണ്ടുള്ള ഗുണമാണ് ഇനി താഴത്തെ പാരഗ്രാഫിൽ പറയുന്നത്. In the absence of any enzyme, this reaction is very slow, with about 200 molecules of H2CO3 being formed in an hour. അപ്പോൾ നമ്മൾ അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള എൻസൈം ഇല്ലാതെ നമ്മൾ ഈ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്ര കാർബോണിക് ആസിഡ് കിട്ടും? 200 മോളിക്യൂൾസ്, 200 മോളിക്യൂൾസ് ഓഫ് H2CO3 അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഹവർ നമ്മളിനി എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർബോണിക് അൺഹൈഡ്രസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് എത്രയാണ്? ഏകദേശം 6 ലക്ഷം മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് ഓരോ എവരി സെക്കൻഡിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം അത്രയും സ്പീഡ് കൂടും. വെറും 1 മണിക്കൂർ കൊണ്ട് 200 മോളിക്യൂൾ ഉണ്ടായ സ്ഥലത്ത് ഓരോ സെക്കൻഡിലും ഇത്രയും മോളിക്യൂൾസ്, ഏകദേശം 6 lakhs മോളിക്യൂൾസോളം ഉണ്ടാവും. അത്രയും റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the enzyme has accelerated the reaction rate by about 10 million times. അങ്ങനെ 10 million ടൈംസിലേക്ക് നമ്മുടെ റിയാക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ 16,000 the power of enzymes is incredible indeed. മനസ്സിലായോ എൻസൈമിൻ്റെ പവർ എത്രയാണ്? അപ്പോൾ 10 million ടൈംസിലോളം റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ ആർക്ക് കഴിയും? എൻസൈമിന് സാധിക്കും. There are thousands type of enzymes, each catalyzed in a unique chemical or metabolic reactions. Okay, ഒരുപാട് enzymes ഉണ്ട്. A multi-step chemical reaction in each of this step is catalyzed by same enzyme complex of different enzymes is called a metabolic pathway. അപ്പോൾ metabolic pathway എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വലിയൊരു മൾട്ടി സ്റ്റെപ്പ് എടുക്കുകയാണ്. ഒരു കോമ്പൗണ്ടിൽ നിന്ന് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു, എന്നിട്ട് അതിൽ നിന്ന് വേറൊരെണ്ണം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ എടുക്കുമ്പം ഓരോ റിയാക്ഷൻ്റെ അവിടെയും നമ്മൾക്ക് ചിലപ്പം ഒരേ എൻസൈം തന്നെ യൂസ് ചെയ്യാം, അല്ലെ എൻസൈമിൻ്റെ കോംപ്ലക്സ് യൂസ് ചെയ്യാം, അല്ലെ ഡിഫറെൻറ്റ് എൻസൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻസിനെ പറയുന്നതാണ് മെറ്റാബോളിക് പാത്വേ എന്ന്. ഓക്കെ, ഇപ്പോൾ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആവുന്ന റിയാക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇനിയും ബാക്കി ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കും, ഗ്ലൈക്കോളിസിസ് എന്തൊക്കെയാണെന്ന് പഠിക്കും. അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് എൻസൈംസിൻ്റെ പേരൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഈ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആവുന്നതിനകത്ത് ഈ ഇടയ്ക്ക് ആരോ കാണിച്ചിട്ടില്ലേ, അവിടെ ഒരുപാട് സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ഒരു 10-15 സ്റ്റെപ്പോളം നടക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരുപാട് എൻസൈംസും യൂസ് ചെയ്യുന്നുണ്ട്.
തന്നെ മനസ്സിലാവും. അതൊരു ശരിക്കും ഒരു മെറ്റാബോളിക് പാത്വേ ആണ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, C6H12O6 എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസ്. അത് ഓക്സിജനുമായിട്ട് ചേരുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നു. 2CO C3H4O3 പിന്നെ 2H2O ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? ഒരു മെറ്റാബോളിക് പാത്വേ ആണ്. ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് എൻസൈംസ് ഇതിന് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. വെൻ യു സ്റ്റഡി ദ റെസ്പിറേഷൻ ഇൻ ചാപ്റ്റർ 14 നിങ്ങൾ പഠിക്കും ഈ റിയാക്ഷൻസ് ഒക്കെ. ഓക്കെ, അറ്റ് ദിസ് സ്റ്റേജ് യു ഷുഡ് നോ ദാറ്റ് ദിസ് വെരി മെറ്റാബോളിക് പാത്വേ വിത്ത് 1 or 2 അഡീഷണൽ റിയാക്ഷൻസ് ഗിവ് റൈസ് ടു വെറൈറ്റി ഓഫ് മെറ്റാബോളിക് ആൻഡ് പ്രോഡക്റ്റ്. അങ്ങനെ മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ പൈറുവിക് ആസിഡിനകത്തേക്ക് നമ്മളിനി വേറെ വല്ലോ കൂടി എൻസൈംസ് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഒരു റിയാക്ഷനും കൂടെ നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് വേറെ മെറ്റാബോളൈറ്റ്സ് ഒക്കെ കിട്ടും എൻ പ്രോഡക്റ്റ് ആയിട്ട്. ഓക്കെ, അത് ഇടയ്ക്ക് വേറെ എൻസൈം കൊടുത്താൽ നമുക്ക് വേറെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് എൻ പ്രോഡക്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് എൻസൈം ഇടയ്ക്ക് കയറ്റുന്നു എന്നുള്ളത് വെച്ചിട്ടൊക്കെയാണ്. ഇൻ അവർ സ്കെലറ്റൽ മസിൽ, നമ്മുടെ സ്കെലറ്റൽ മസിൽസിനകത്താണെങ്കിൽ അനേറോബിക് കണ്ടീഷനാണുള്ളത്. എന്നുവെച്ചാൽ ഓക്സിജൻ ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഗ്ലൂക്കോസ് എന്തായി മാറും? ലാക്റ്റിക് ആസിഡായിട്ട് മാറും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ വെള്ളത്തെ റിയാക്ഷൻ കാണിച്ചിരിക്കുന്നതിനകത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ എയറോബിക് റിയാക്ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറിയത്. പക്ഷെ നമ്മുടെ സ്കെലറ്റൽ മസിലിനകത്ത് അനേറോബിക് കണ്ടീഷനാണ്, അവിടെ ഓക്സിജൻ ഇല്ല. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടുള്ള എയറോബിക് കണ്ടീഷനിൽ പൈറുവിക് ആസിഡാണ് ഉണ്ടാകുന്നത്. ഇനി ഈസ്റ്റിൽ നോക്കുവാണെങ്കിലോ ഫെർമെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത്. ഈ സെയിം പാത്വേ തന്നെ എഥനോളാണ് ഉണ്ടാക്കുന്നത്. ഗ്ലൂക്കോസിൽ നിന്ന് എഥനോളാണ് ഉണ്ടാക്കുന്നത്, പൈറുവിക് ആസിഡ് അല്ല. മനസ്സിലായി? അപ്പം ഓരോ രീതിയിൽ ഓരോ എൻസൈംസും ഒക്കെ പല രീതിയിലാണ് എൻ പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്നത്. ഹെൻസ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആർ പോസിബിൾ. മനസ്സിലായോ? ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പല പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഹൗ ഡു എൻസൈം ബ്രിങ് അബൌട്ട് സച്ച് ഹൈ റേറ്റ് ഓഫ് കെമിക്കൽ കൺവേർഷൻസ്? എങ്ങനെയാണ് ഈ എൻസൈംസ് ഇത്രയും ഹൈ റേറ്റിൽ കെമിക്കൽ കൺവേർഷൻസ് ഒക്കെ നടത്തുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞു എത്രയോ മില്യൺ അളവിലാണ് റേറ്റ് കൂട്ടുന്നത് കെമിക്കൽ പ്രോസസ്സിൻ്റെ, അല്ലേ? അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ. അതിൻ്റെ ടെർഷറി സ്ട്രക്ചറിനകത്ത് ഫോൾഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രെവിസസ് അല്ലെങ്കിൽ പോക്കറ്റ്സ് ഉണ്ടാവുന്നു. അവിടെയാണ് ആക്റ്റീവ് സൈറ്റ്. അവിടെയോട്ട് വന്നിട്ടാണ് സബ്സ്ട്രേറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കെമിക്കൽ വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ് ഈസ് കോൾഡ് എ സബ്സ്ട്രേറ്റ്. എന്ത് സാധനത്തിനെയാണോ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ സാധനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സ്ട്രേറ്റ് വന്നിട്ട് എങ്ങോട്ട് വന്നിട്ട് ജോയിൻ ചെയ്യും? ഈ ഒരു ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ആ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ക്യാപിറ്റൽ എസ് എന്ന് കാണിച്ചിരിക്കുന്ന സബ്സ്ട്രേറ്റിനെയാണ്, ക്യാപിറ്റൽ പി എന്ന് കാണിച്ചിരിക്കുന്നത് പ്രോഡക്റ്റാണ്. അപ്പം ഒരു സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ ബോണ്ടൊക്കെ മാറി പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ഈ സബ്സ്ട്രേറ്റും എൻസൈമും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോംപ്ലക്സിനെയാണ് ES കോംപ്ലക്സ്. E എന്ന് പറഞ്ഞാൽ എൻസൈം, S എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ്. അങ്ങനെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അതാണ് ES കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദിസ് കോംപ്ലക്സ് ഫോർമേഷൻ ഈസ് എ ട്രാൻസിയൻറ്റ് ഫെനോമെനൻ. അത് ഉടനെ തന്നെ ചേഞ്ച് ചെയ്യും. ഡ്യൂറിങ് ദ സ്റ്റേറ്റ് വെയർ സബ്സ്ട്രേറ്റ് ഈസ് ബൗണ്ട് ടു ദ എൻസൈം ആക്റ്റീവ് സൈറ്റ്, ദ ന്യൂ സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ. അങ്ങനെ എൻസൈം ആണെങ്കിൽ എൻസൈമിലേക്ക് വന്ന് ഈ സബ്സ്ട്രേറ്റ് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സമയത്തിന് ആ സബ്സ്ട്രേറ്റിൻ്റെ പുതിയൊരു സ്ട്രക്ചറായിട്ട് മാറും. അതിന് കൺവേർട്ട് ചെയ്തിട്ട് സബ്സ്ട്രേറ്റ് പുതിയ സ്ട്രക്ചറായിട്ട് മാറും. ആ ഒരു സമയത്തിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രോഡക്റ്റിലേക്ക് ആവുന്ന
ആ ഒരു സമയത്തിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുടനെ തന്നെ അത് ബോണ്ട് ബ്രേക്ക് അല്ലെങ്കിൽ മേക്കിംഗ് ഒക്കെ ചെയ്ത് അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും ആ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു എൻസൈം ഉണ്ട്, അതിനൊരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റിലേക്ക് നമ്മുടെ സബ്സ്ട്രേറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, നല്ലതായിട്ട് മുറുകി കയറിയിരിക്കും. എന്നിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷനൊക്കെ, കാറ്റലിസ്റ്റിക് റിയാക്ഷൻസ് അവിടെ വെച്ച് നടക്കും. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ പറയുന്ന സബ്സ്ട്രേറ്റ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറും. പ്രോഡക്റ്റ് ആയി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഈ പ്രോഡക്റ്റ് ഈ എൻസൈമിനെ വിട്ടിട്ട് അങ്ങ് പോവും. പറഞ്ഞാൽ മനസ്സിലാവും? പ്രോഡക്റ്റാണ് സബ്സ്ട്രേറ്റ് ആയിട്ടാണ് ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ കയറിയിരുന്നതെങ്കിലും റിലീസ് ആവുന്നത് പ്രോഡക്റ്റ് ആയിട്ടാണ്. ഓക്കെ, the structure of substrate gets transformed into the structure of product. ആ സബ്സ്ട്രേറ്റിൻ്റെ ആ സ്ട്രക്ചർ ട്രാൻസ്ഫോം ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the pathway of this transformation must be go through the so-called transition state structure. അങ്ങനെ ആ ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. There could be many more altered structural states between the stable substrate and the product. അങ്ങനെ ഒരുപാട് altered structural state വരും അതിൻ്റെ ഇടയ്ക്ക്. ഒരുപാട് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. Implicit of this statement is the fact that all other intermediate structural state are unstable ആണ്. ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആരൊക്കെയാണ്? ആദ്യം വന്നിരിക്കുന്ന സബ്സ്ട്രേറ്റും ലാസ്റ്റിൽ അവിടുന്ന് റിമൂവ് ആവുന്ന പ്രോഡക്റ്റും മാത്രമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ബാക്കി ഇടയ്ക്കുള്ള ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ എനർജി സ്റ്റാറ്റസ് ഓഫ് ദ മോളിക്യൂൾ ഓർ ദ സ്ട്രക്ചർ. ആ സ്റ്റെബിലിറ്റി എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ആ ഒരു മോളിക്യൂളിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ എനർജി സ്റ്റാറ്റസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ഗ്രാഫ് നോക്കിക്കേ. ഗ്രാഫ് ഇവിടെ പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആവും. ഇവിടെ ഓക്കെ then P at a lower level than S and the reaction is exothermic reaction. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പാരഗ്രാഫിലാണ് നമ്മുടെ ഈ ഗ്രാഫിനെ പറ്റി പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, the y axis represent the potential energy content. y ആക്സിസും ഉണ്ട്, x ആക്സിസും ഉണ്ട്. ഇതിൽ മേളോട്ട് കാണിച്ചിരിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ y ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു വരെയാണ് എന്തെന്ന് പറഞ്ഞാൽ x ആക്സിസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ദെൻ y ആക്സിസ് പൊട്ടൻഷ്യൽ എനർജിയും x ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ പ്രോഗ്രഷൻ ഓഫ് ദി സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇവിടെ എന്തിനെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി, പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. അപ്പം എത്രമാത്രം എനർജി യൂസായി ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതിന്, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. റിയാക്ഷൻ്റെ പ്രോഗ്രസ് നടക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി യൂസ്ഡ് ആവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കാണിച്ചിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ആക്ടിവേഷൻ വിത്തൗട്ട് എൻസൈം നോക്കിക്കേ. വിത്തൗട്ട് എൻസൈം നോക്കിയപ്പോഴത്തേന് കണ്ടോ, ഫസ്റ്റ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് കണ്ടോ, ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ സമയമെടുത്തു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ വരാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുത്തു. കണ്ടോ, കുറേ പൊങ്ങിയിട്ടാണ്, കുറേ എനർജി വേസ്റ്റാണ്. കണ്ടോ, ഒത്തിരി പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്യേണ്ടി വന്നു ഈ അതിനൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് ആ ഒരു സബ്സ്ട്രേറ്റിന് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻസൈം യൂസ് ചെയ്യുന്നില്ല നമ്മൾ, എൻസൈം ഇല്ലാതെ സബ്സ്ട്രേറ്റ് തന്നെയാണ് നോക്കുന്നത്. സബ്സ്ട്രേറ്റ് തനിയെ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വന്ന് പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായോ? ഇനി നമ്മൾ എൻസൈം യൂസ് ചെയ്തു, ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. നമ്മളിനി എൻസൈം യൂസ് ചെയ്തപ്പം ഈ സബ്സ്ട്രേറ്റും എൻസൈമും കൂടെ ആയപ്പോഴത്തേന് വളരെ കുറച്ച്, മറ്റേനെ അപേക്ഷിച്ച് ഒരുപാട് പൊട്ടൻഷ്യൽ എനർജി കുറവ് മതി
എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എൻസൈം യൂസ് ചെയ്താൽ നമുക്ക് അത്രമാത്രം എനർജി കൺസേർവ് ചെയ്യാൻ പറ്റും. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഒരുപാട് കൂടുതലാണ് സബ്സ്ട്രേറ്റ് തന്നെ യൂസ് ചെയ്തപ്പം. എൻസൈം ഇല്ലാതെ സബ്സ്ട്രേറ്റ് തന്നെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ എനർജി വേണ്ടി വന്നു പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ്, നമുക്ക് വളരെ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി മതി എൻസൈം ഉണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ വന്നിട്ട് പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ കോമൺലി കാണിച്ചേക്കുന്നത്. നമുക്കിനി വായിച്ചു നോക്കാം. ഓക്കെ, if P is at a lower level than S, the reaction is an exothermic reaction. ഇപ്പോൾ P എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിനേക്കാളും കുറവാണ് എങ്കിൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. വൺ നീഡ് ടു സപ്ലൈ എനർജി ഇൻ ഓർഡർ ടു ഫോം ദ പ്രോഡക്റ്റ്. എന്താണ് അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ എനർജി ആവശ്യമുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പ്രോഡക്റ്റിൻ്റെ അളവ് കുറവും സബ്സ്ട്രേറ്റിൻ്റെ അളവ് കൂടുതലുമാണെങ്കിൽ അവിടെ ഒരുപാട് എനർജി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്സ്ട്രേറ്റിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. However, whether it is an exothermic or spontaneous reaction or an endothermic reaction requiring reaction, S has to go through much higher energy state or transition state. അപ്പം എന്താണ്, ഇനി സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇനിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്, എനർജി ആവശ്യമാണ്. This difference in average energy content of S from that of this transition state is called as activation energy. എന്താണ്, അപ്പോൾ ഈ സബ്സ്ട്രേറ്റിൻ്റെ ഈ ഒരു ആവറേജ് എനർജിയിൽ നിന്ന് നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജിക്കാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻസൈം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന് ഈസി ആയിട്ട് ട്രാൻസിഷൻ നടന്ന് പിയിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നേച്ചർ ഓഫ് എൻസൈം ആക്ഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇത് ഈസിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഈസിയാണ്. ഇത് ഞാൻ എക്സാം ഇടുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. Each enzyme has a substrate binding site in its molecule so that a highly reactive enzyme substrate complex is produced. മനസ്സിലായല്ലോ? ഓരോ എൻസൈമിനും അതിന് ഒരു സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ES കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഈ കോംപ്ലക്സിൻ്റെ ES കോംപ്ലക്സിൻ്റെ ആ ഒരു ആ ഒരു ആയുസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലിവിഡാണ്. വളരെ കുറച്ച് സമയത്തേന് മാത്രമേ അവരങ്ങനെ ES കോംപ്ലക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് പ്രോഡക്റ്റ് ഉണ്ടായിട്ട് പ്രോഡക്റ്റ് അങ്ങ് അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ഈ എൻസൈമിന് മാറ്റമൊന്നും വരത്തില്ല. ഓക്കെ, ഇത് അൺചേഞ്ച്ഡ് എൻസൈം വിത്ത് ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഓഫ് ദ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. E+E എന്ന് പറയുന്നത്, E എന്ന് പറയുന്നത് എൻസൈമാണ്, S എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആണ്. അവർ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, S വന്ന് എവിടേക്കായിരിക്കുന്നത്, ആക്റ്റീവ് സൈറ്റിലേക്ക്. ഓക്കെ, അങ്ങനെ ഒരു ES കോംപ്ലക്സ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ നടന്നു, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്നു. എന്താണ്, കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ സബ്സ്ട്രേറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു. അങ്ങനെ ആ സബ്സ്ട്രേറ്റ് എന്തായി മാറുകയാണ്, പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഈ ആക്റ്റീവ് സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ടിരുന്ന കോംപ്ലക്സ് ഇപ്പോൾ എന്തായിട്ട് മാറുന്നു, എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ എൻസൈമിനെ വിട്ടിട്ട് അങ്ങ് ഡിസോസിയേറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് അങ്ങ് ഫ്രീ ആയിട്ട് മാറും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈസിയാണ്. അപ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് എൻസൈമിനകത്ത് നടക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ദ സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ഫിറ്റിംഗ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തമാണ് ഈ 4 പോയിൻ്റായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, then the binding of the substrate induces the enzyme to alter its shape, fitting more tightly around the substrate. എന്താണ്, ഈ എൻസൈം എന്ത് ചെയ്യുന്നു, ഈ സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് ആൾട്ടർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ഈ എൻസൈമിൻ്റെ സ്ട്രക്ചർ മൊത്തം ഷേപ്പ് അങ്ങ്
ആൾട്ടർ ചെയ്യുന്നു, മാറ്റിയെടുക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ സബ്സ്ട്രേറ്റിനെ അങ്ങ് ടൈറ്റായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ആക്റ്റീവ് സൈറ്റിലോട്ട്. ഓക്കെ, the active site of the enzyme now in close proximity of the substrate breaks the chemical bonds of the substrate and the new enzyme product complex is formed. അങ്ങനെ ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സബ്സ്ട്രേറ്റിനകത്തുള്ള കെമിക്കൽ ബോണ്ട്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ബോണ്ടൊക്കെ ഉണ്ടായിട്ട് എന്താ സംഭവിക്കുന്നത്? പുതിയൊരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? എന്നിട്ട് ഈ എൻസൈം റിലീസസ് ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ ആൻഡ് ദ ഫ്രീ എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് ടു അനദർ മോളിക്യൂൾ ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് റൺ ത്രൂ ദ കാറ്റലിറ്റിക് സൈക്കിൾ വൺസ് അഗെയിൻ. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ട് ഈ എൻസൈം ആണെങ്കിൽ ഈ പ്രോഡക്റ്റിനെ അങ്ങ് റിലീസ് ചെയ്യുന്നു, അപ്പോൾ എൻസൈം ഫ്രീ ആവുന്നു, പിന്നെയും അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് പിന്നെയും ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ഈ റിയാക്ഷൻ സൈക്കിള് അല്ലെങ്കിൽ കാറ്റലിറ്റിക് സൈക്കിള് വീണ്ടും നടക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻസൈമിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇനിയും വലിയ ക്ലാസ്സിലൊക്കെ എൻസൈം കാനറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മാത്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇതിത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഓക്കെ.